ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ SSLCയുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ തേർഡ് ചാപ്റ്ററായ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വ്യാപാര സംഘടനയുടെ രൂപങ്ങൾ. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി 3 ഫോംസ് ഓഫ് ബിസിനസ്സസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സെക്കൻഡ് വൺ പാർട്ട്ണർഷിപ്പ് ആൻഡ് തേർഡ് വൺ ജോയിൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഏകാംഗ വ്യാപാരം, പങ്കാളിത്ത വ്യാപാരം, ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം. ഈ ഒരു 3 ബിസിനസ് ഫോംസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഈ ഒരു ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഒരു ബിസിനസ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, മീനിങ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഏകാംഗ വ്യാപാരത്തെ നിർവചിക്കുക. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയും മേൽനോട്ടവും നിയന്ത്രണവും ഒരൊറ്റ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനത്തെ ഏകാംഗ വ്യാപാര സ്ഥാപനം എന്ന് പറയാം. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥത, അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ മേൽനോട്ടവും കൺട്രോളും എല്ലാം ഒരു വ്യക്തിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥാപനത്തെയാണ് നമ്മൾ ഏകാംഗ വ്യാപാരം അഥവാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിംഗിൾ ഓണർഷിപ്പാണ്. ഏകാംഗ വ്യാപാരത്തിന് സിംഗിൾ ഓണർഷിപ്പാണ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ആ ഒരു ബിസിനസ്സിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റയ്ക്ക് നിന്നിട്ട് വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അയാൾ തന്നെ അതിൻ്റെ മൂലധനം കൊണ്ടുവരുന്നു, അയാൾ തന്നെ അതിൻ്റെ റിസ്ക് ബെയർ ചെയ്യുന്നു. അതുപോലെ അയാൾ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അതെടുക്കുന്നതും അയാൾ തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ എല്ലാ കൺട്രോളും ചെയ്യുന്നത് ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ. അത്തരത്തിലുള്ളൊരു ബിസിനസ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്, അഥവാ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് ഒന്നും വേറെ ആൾക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോസ് ആണെങ്കിൽ ആ ആൾ തന്നെയാണ് അത് ആ ഒരു റിസ്ക് ടേക്ക് ചെയ്യുന്നത്, ആ ഒരാൾ തന്നെയാണ്, ആ ഒരു ഇൻഡിവിജ്വൽ, സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ഇതിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഇത് ബാക്കിയുള്ള ആൾക്കാരിലേക്കും അവരുടെ റിസ്ക്കും പ്രോഫിറ്റും ലോസും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ അതിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും, അവരുടെ ഉടമസ്ഥതയിലായിരിക്കും, അവരുടെ മേൽനോട്ടത്തിലായിരിക്കും, അതുപോലെ അവരുടെ നിയന്ത്രണത്തിലും ആ ഒരൊറ്റ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ബിസിനസ് ഫോമിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം എന്നതുകൊണ്ട് നിർവചിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് നോക്കാം. ഏകാംഗ വ്യാപാര സംഘടനാ രൂപം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഏകാംഗ വ്യാപാരത്തിൽ ഒരാളുടെ മാത്രം ഉടമസ്ഥതയായിരിക്കും. അയാളുടെ ബാധ്യത അക്ലിപ്തമാണ്. ലാഭവും നഷ്ടവും അയാൾ തന്നെ സഹിക്കുന്നു. ആവശ്യമായ മൂലധനത്തിന് വ്യക്തിപരമായ ഉറവിടത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. മൂലധനത്തിന് വേണ്ടി കൂട്ടുകാരിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അഥവാ ഏകാംഗ വ്യാപാരത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകാംഗ വ്യാപാരത്തിൽ ഒരാൾ മാത്രമായിരിക്കും ഉടമസ്ഥത, അയാളുടെ ബാധ്യത അക്ലിപ്തമാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക, ലിമിറ്റഡ് ആയിരിക്കില്ല. ലാഭവും നഷ്ടവും അയാൾ തന്നെ സഹിക്കുന്നു. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അയാൾക്ക് തന്നെയാണ് വരുന്നത്. അതേപോലെ ആവശ്യമായ മൂലധനത്തിന് വ്യക്തിപരമായ ഉറവിടത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പം ഇപ്പോൾ നമുക്കൊരു പാർട്ട്ണർഷിപ്പ്, ഒരു ബിസിനസ്സിന് വേറൊരു ബിസിനസ് ഫോമിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്കത് മറ്റുള്ളവരിൽ നിന്നൊക്കെ അവർക്ക് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതുപോലെ മൂലധനത്തിന് വേറെ ഒരു ഉറവിടങ്ങൾ, അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണെങ്കിൽ ലോൺ സൗകര്യങ്ങൾ അതിലൊക്കെ ആശ്രയിക്കാം ആവുന്നതാണ്. അത് ഒരാൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ബാങ്ക് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുക. അപ്പോൾ മറ്റുള്ള ഉറവിടങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ റൺ ചെയ്യുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു ബിസിനസ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നോക്കാം. ഏകാംഗ വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? രൂപീകരിക്കാൻ എളുപ്പം, ഒരാളുടെ ഉടമസ്ഥത, ലാഭവും നഷ്ടവും പങ്കിടേണ്ടതില്ല. നെക്സ്റ്റ് ഒരാളുടെ മൂലധനം, ഒരാളുടെ നിയന്ത്രണം, അക്ലിപ്ത ബാധ്യത. ഈ പോയിന്റ്സ് നമ്മൾ മീനിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് രൂപീകരിക്കാൻ വളരെ സിമ്പിളാണ്. മറ്റുള്ള ബിസിനസ് ഫോംസ് അഥവാ കമ്പനി അഥവാ പാർട്ട്ണർഷിപ്പ് ഫോമിനെ പോലെയല്ല. ഇത് രൂപീകരിക്കാൻ ഇതിൻ്റെ ഫോർമാലിറ്റീസ് ആണെങ്കിലും ഒക്കെ സിമ്പിളാണ്. രൂപീകരിക്കാൻ ഫോം ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു ബിസിനസ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓണർഷിപ്പ്
ഓണർഷിപ്പ് വന്നിട്ട് ഒരാളുടെ ഉടമസ്ഥതയിലായിരിക്കും. ലാഭവും നഷ്ടവും പങ്കിടേണ്ടതില്ല. ഇതിൻ്റെ റിസ്ക് ആണെങ്കിലും ഇതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒന്നും പങ്കിടേണ്ടതില്ല. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ ഇതാണെങ്കിൽ പങ്കിടേണ്ടി വരുന്നു. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ ആ ഒരു ഉടമസ്ഥന് തന്നെയായിരിക്കും ഇതിൻ്റെ ലാഭവും നഷ്ടവും പങ്കിടേണ്ടത്. അയാളുടെ കാര്യത്തിൽ മാത്രമേ ഒരാളുടെ മൂലധനവും ഒരാളുടെ നിയന്ത്രണവും അക്ലിപ്ത ബാധ്യതയുമാണ്. അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്. അഡ്വാൻറ്റേജസ് ഇത് തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും. ഏകാംഗ വ്യാപാരത്തിൻ്റെ സവിശേഷ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. രൂപീകരിക്കാൻ എളുപ്പമാണ്, ഒരാളുടെ ഉടമസ്ഥതയാണ്, അത് തന്നെയാണ് ഇവരുടെ അഡ്വാൻറ്റേജസും. ലാഭവും നഷ്ടവും പങ്കിടേണ്ടതില്ല, ഒരാളുടെ മൂലധനം ഒരാളുടെ നിയന്ത്രണം അക്ലിപ്ത ബാധ്യത. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഏകാംഗ വ്യാപാരത്തിൻ്റെ ന്യൂനതകൾ എന്തെല്ലാം? പരിമിതമായ മൂലധനം, അനിശ്ചിതമായി ഭാവി, പരിമിതമായ വലിപ്പം, പരിമിതമായ ഭരണവൈദഗ്ധ്യം. ഓക്കെ, ഏകാംഗ വ്യാപാരത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പരിമിതമായ മൂലധനം. ഇപ്പോൾ ക്യാപിറ്റലിന് ലിമിറ്റ് ഉണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് ഒരു പരിധിയുണ്ട്. അതാണ് പരിമിതമായ മൂലധനം എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള ബിസിനസ് ഫേം ഓർ കമ്പനീനെയൊക്കെ അപേക്ഷിച്ച് അവർക്ക് ഷെയർ എത്ര വേണമെങ്കിലും സാധാരണക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഷെയർസ് അവർക്ക് എടുക്കാം. പക്ഷേ ഒരൊറ്റ ആളാണ് ഏകാംഗ വ്യാപാരത്തിൻ്റെ കേസിൽ അവർക്ക് മൂലധനം ഒരു ലിമിറ്റുണ്ട്. ഒരാൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നൊരു മൂലധനത്തിന് ലിമിറ്റുണ്ട്. ഓക്കെ, അനിശ്ചിതമായ ഭാവി. ഓക്കെ, അൺസർട്ടൈൻ ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാമെന്ന് അറിയില്ല. ലാഭമാണോ നഷ്ടമാണോ ഒന്നും അറിയില്ല. അതാണ് ഒരു ലിമിറ്റേഷൻ, അനിശ്ചിതമായ ഭാവി. തേർഡ് വൺ, പരിമിതമായ വലുപ്പം. അവരുടെ ആ ഒരു ബിസിനസ്സിന്, ഒരാൾ നടത്തുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പരിമിതമായ വലിപ്പം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പരിമിതമായ ഭരണവൈദഗ്ധ്യം. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷൻ, വലിയൊരു കമ്പനി ആണെങ്കിൽ അവർക്ക് എന്താണ് അതിൻ്റേതായ മാനേജേഴ്സ്, ടോപ്പ് ലെവൽ എംപ്ലോയീസ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു വളരെ വലിയൊരു മാനേജ്മെൻറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷേ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അത് കൺട്രോൾ ചെയ്യുന്നതും അത് റൺ ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും എല്ലാം ഓവറോൾ ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. ആ സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ ഓണർഷിപ്പാണ്. അപ്പോൾ അവർ തന്നെയാണ് അതെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ പരിമിതമായ ഒരു ഭരണത്തിനൊരു വൈദഗ്ധ്യം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്നാണ് നോക്കുന്നത്, അഥവാ പങ്കാളിത്ത വ്യാപാരം. മീനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പങ്കാളിത്ത വ്യാപാരം എന്നാൽ എന്ത്? ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് പങ്കാളിത്തം എന്ന് പറയുന്നത്. പങ്കാളിത്തത്തിൽ ചേർന്നിട്ടുള്ള വ്യക്തികളെ ഒറ്റയ്ക്ക് പങ്കാളികളെന്നും ഒന്നിച്ച് സ്ഥാപനം എന്നും പറയുന്നു. ഓക്കെ, അപ്പം പങ്കാളിത്തം അഥവാ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിമം നമ്പർ ഓഫ് പാർട്ട്ണർഷിപ്പിൽ വേണ്ട പാർട്ട്നേഴ്സ് 2 പേരാണ്. 2 പേരും അതിൽ കൂടുതലുമാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ വരുന്നത്. അപ്പം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ 50 പേരുമാണ്, മിനിമം 2 പേരുമാണ്. ഇപ്പോൾ രണ്ടോ അതിലധികം ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത വ്യാപാരം. അപ്പോൾ ഈ ഒരു പങ്കാളിത്ത വ്യാപാരം, ഒരു ഉടമ്പടി ഉണ്ടാവും, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവും. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം, ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിലുണ്ടാവും ആ ഒരു പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും, പാർട്ട്നേഴ്സിൻ്റെ എല്ലാ തരം കാര്യങ്ങളും അവർ എന്തൊക്കെ അഗ്രി ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള, ഈ പാർട്ട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നെല്ലാം ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം, ആ ഒരു കോൺട്രാക്റ്റിൽ പറയുന്ന പ്രകാരമായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുക, ഇൻ കേസ് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അവരതെങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ അവരുടെ റിസ്ക്, അവരുടെ പ്രോഫിറ്റ്, അതിനൊക്കെ ഒരു പ്രത്യേക റേഷ്യോയും കാര്യങ്ങളുണ്ട്. ആ ഒരു റേഷ്യോയിലായിരിക്കും അതവർ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റ് ചെയ്ത് വരുന്ന കാര്യത്തിലൂടെയാണ് ഒരു പങ്കാളിത്ത വ്യാപാരം നിലനിൽക്കുന്നതും അത് റൺ ചെയ്ത് പോകുന്നതും. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? 2 അതിലധികമോ അംഗങ്ങൾ, കരാറുണ്ടായിരിക്കും, നിയമവിധേയമായ വ്യാപാരം, ലാഭം പങ്കിടൽ, അക്ലിപ്ത ബാധ്യത, സ്വമേധയായുള്ള രജിസ്ട്രേഷൻ, പ്രധാനി ഏജന്റ് ബന്ധം, അനിശ്ചിതമായ ഭാവി, കൂടുതൽ വിഭവങ്ങളുടെ ലഭ്യത. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 2 അതിലധികമോ അംഗങ്ങൾ ഉണ്ടായാലേ ഒരു പാർട്ട്ണർഷിപ്പ് അവർക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ആ ഒരു കോൺട്രാക്റ്റിൽ അവർ എഗ്രി ചെയ്താലേ അവർക്ക് ആ ഒരു കോൺട്രാക്റ്റ് അവർ അംഗീകരിച്ചാലേ അവർക്ക് പാർട്ട്നേഴ്സായിട്ട് തുടരാൻ പറ്റുള്ളൂ. തേർഡ് വൺ, നിയമവിധേയമായ വ്യാപാരമാണ്. എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് ഫോളോ ചെയ്തിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. അതാണ് നിയമവിധേയമായ അഥവാ നിയമപരമായ ഒരു വ്യാപാരം എന്ന് പറയുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് ആക്റ്റിലൂടെയാണ് അവർക്ക് പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ലാഭം പങ്കിടൽ, അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഗ്രി ചെയ്ത ആ ഒരു റേഷ്യോ പ്രകാരം ആയിരിക്കും ഷെയർ ചെയ്യേണ്ടത്. ലാഭമാണെങ്കിലും ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും സെയിം റേഷ്യോയിലാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടതും അത് ഷെയർ ചെയ്യേണ്ടതും. എഗ്രിമെൻറ്റിൽ എഴുതി സൈൻ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു അക്ലിപ്ത ബാധ്യതയാണ് അഥവാ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, സ്വമേധയാലുള്ള രജിസ്ട്രേഷൻ. അവരുടെ രജിസ്ട്രേഷനൊക്കെ അവരുടെ ആ ഒരു സ്വമേധയാ പ്രകാരമായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പ്രധാനി ഏജൻറ്റ് ബന്ധം, ഏജൻറ്റ് വഴിയായിരിക്കും അവർ ആ ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, അനിശ്ചിതമായ ഭാവി. അനിശ്ചിതമായ ഭാവി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. ഭാവിയിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഫ്യൂച്ചറിൽ നമുക്കത് ലോസ് ആവോ, അതൊരു ബെനിഫിറ്റ് ആവോ, അതൊരു പ്രോഫിറ്റ് ആവോ, അതൊന്നും അറിയില്ല. അതാണ് അനിശ്ചിതമായ ഭാവി. കൂടുതൽ വിഭവങ്ങളുടെ ലഭ്യതയുണ്ട്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഓഹരി കൈമാറ്റം ഒന്നും പാടില്ല പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ വലിയ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ സംബന്ധിച്ചിട്ട് വലിയ മൂലധനം വേണം. അത്തരം സാഹചര്യത്തിലൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വലിയ എമൗണ്ടൊക്കെ നമ്മൾ ചെറിയ ഷെയർസ് ആക്കി മാറ്റും. അതിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5 ലക്ഷമാണ് നമുക്കിപ്പോൾ വേണ്ട പെയ്ഡപ്പ് ക്യാപിറ്റലെങ്കിൽ അതിൻ്റെ ഒരു ഷെയറിനൊരു 100 രൂപ വെച്ചിട്ട് ചെറുതായിട്ട് ഡിവൈഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫേമിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഓഹരി കൈമാറ്റം ഒന്നും പാടില്ല. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് നോക്കുന്നത്. പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ ന്യൂനതകൾ എന്തെല്ലാം, ലിമിറ്റേഷൻസ് നോക്കാം. അക്ലിപ്ത ബാധ്യത, അനിശ്ചിതമായ ഭാവി, പരിമിതമായ മൂലധനം, ഓഹരി കൈമാറ്റം പാടില്ല. നമ്മളിപ്പോൾ പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അൺസർട്ടൻ ആണ്, ഭാവി അനിശ്ചിതമാണ്, അതുപോലെ പരിമിതമായ മൂലധനം പെയ്ഡപ്പ് ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്, ഓഹരി കൈമാറ്റം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പാടില്ല. ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മീനിങ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം എന്നാൽ എന്ത്? ഹിന്ദു കുടുംബത്തിലെ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാരത്തെയാണ് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ, കൂട്ടുകുടുംബ വ്യാപാരം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ളൊരു വ്യാപാരമാണ്. അത് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഹിന്ദു കൂട്ടുകുടുംബത്തിലാണ് ഈ ഒരു ബിസിനസ് നടക്കുന്നത്. ഇനി നോക്കുക, ആർക്കാണ് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം നടത്തിക്കൊണ്ട് പോകാനുള്ള അധികാരമുള്ളതെന്ന് നോക്കാം. കോ പാഴ്സണേഴ്സ് എന്നറിയപ്പെടുന്ന പുരുഷ അംഗങ്ങൾക്ക് മാത്രമേ ഹിന്ദു കൂട്ടുകുടുംബത്തിലെ വ്യാപാരം നടത്തിക്കൊണ്ടു പോകുന്നതിന് അവകാശമുള്ളൂ. ഓക്കെ, അപ്പം നോക്കുക, ഹിന്ദു കൂട്ടുകുടുംബത്തിലെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ഉള്ള ഏറ്റവും പുരുഷാംഗങ്ങൾ, ഏറ്റവും മൂത്ത എൽഡർ ആയിട്ടുള്ള പുരുഷാംഗങ്ങൾക്കാണ്, അവരാണ് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക. അവരെ കോ പാഴ്സണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദു കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗത്തിന് പറയുന്ന പേരെന്തെന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കർത്ത, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരും. കർത്ത എന്നാണ് ഹിന്ദു കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗത്തിന് പറയുന്ന പേര്. ഈ കർത്തയാണ്, നമ്മളിപ്പോൾ മാനേജർ എന്നൊക്കെ പറയില്ലേ, ഈ കർത്തയാണ് ആ ഒരു ബിസിനസ്സിന്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്തയാണ്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഏറ്റവും മുതിർന്ന ആളുമായ ആ കുടുംബത്തിലെ അംഗമാണ് ഈ കർത്ത എന്ന് പറയുന്നത്. അവരുടെ കയ്യിലാണ് ഈ എല്ലാ കൺട്രോളും ഉള്ളത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മം കൊണ്ട് അംഗത്വം.
അപ്പോൾ അതിൽ മെമ്പേഴ്സാണ്, ഒരു പ്രത്യേകിച്ച് വേറൊരു ഫോർമാലിറ്റീസിൻ്റെ കാര്യമൊന്നുമില്ല. അതിൽ നമ്മൾ ആ ഒരു ഫാമിലിയിൽ നമ്മൾ ജനിച്ചാൽ മതി. അതാണ് അവരുടെ അംഗത്വം എന്ന് പറയുന്നത്, ജന്മം കൊണ്ടുള്ള അംഗത്വമാണ്. ഇതിനെ നടത്തിപ്പ് നോക്കുക എങ്ങനെയാണ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ കർത്തയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് കർത്തയാണ്. കർത്ത എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗമായ കർത്തയായിരിക്കും ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി ബാധ്യത എന്താണെന്ന് നോക്കാം. കർത്തയുടെ ബാധ്യത അക്ലിപ്തവും മറ്റു അംഗങ്ങളുടെ ബാധ്യത ക്ലിപ്തവുമായിരിക്കും. അപ്പോൾ ഇവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്, ഈ കർത്തയാണ് ഇത് ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞു. കർത്തയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്, ഈ ബിസിനസ് റൺ ചെയ്യിപ്പിക്കുന്നത് കർത്തയാണ്. അപ്പോൾ അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ, അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അവർക്ക് ബാധ്യത വരും. അപ്പോൾ മറ്റുള്ള അംഗങ്ങൾ, കോ പാർട്ട്നേഴ്സിന്, മറ്റുള്ള അംഗങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അവർക്ക് ക്ലിപ്തവുമായിരിക്കും, ബാധ്യത ക്ലിപ്തവുമായിരിക്കും. കർത്തയ്ക്ക് അക്ലിപ്തവുമാണ്. പിന്നെ ഇവർക്ക് പരിധിയില്ലാത്ത അംഗങ്ങളാണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പരിധിയില്ലാത്ത അംഗങ്ങൾ. ആ ഒരു ഫാമിലിയിൽ എത്ര പേരുണ്ടോ ആ ഒരു അംഗങ്ങൾക്ക് വരെ, ഏതൊരു ചെറിയ അംഗമാണെങ്കിലും എത്ര പരിധി, അവർക്ക് അതിനൊരു ലിമിറ്റേഷൻസും ഇല്ല. അവർക്ക് എത്ര അംഗങ്ങൾ ആ ഒരു ഫാമിലിയിലുണ്ടോ അത്രയും ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് അതിൽ മെമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രായപൂർത്തിയാകാത്ത അംഗങ്ങൾ. ഇപ്പോൾ ചെറിയൊരു കുട്ടി ജനിച്ചാൽ വരെ അവരെ ഒരു മെമ്പറായിട്ട് തന്നെയാണ്, ആ ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു മെമ്പറായിട്ട് തന്നെയാണ്, ഓർ പാർട്ട്ണറായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രായപൂർത്തി ആകണമെന്നില്ല, ജനിച്ച ഉടനെ അവർക്ക് ജന്മം കൊണ്ടുള്ള അംഗത്വമാണ്. അപ്പോൾ ജനിച്ച ഉടനെ അവരുടെ അംഗമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരത്തിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. രണ്ട് ലിമിറ്റേഷൻസ് ആണുള്ളത് ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരത്തിൻ്റെ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ. അക്ലിപ്ത ബാധ്യത, കഴിവ് കുറഞ്ഞ കർത്ത. അക്ലിപ്ത ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതുപോലെ കർത്ത എത്ര ടാലൻറ്റഡ് ആവണമെന്നോ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആവണമെന്നോ ഒന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു ആൾ ബിസിനസ് നടത്തുന്നതിന് അതിൻ്റെതായ കുറച്ച് വെല്ലുവിളികളുണ്ടാവും. അപ്പോൾ ഒരു എത്ര ടാലൻറ്റഡ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് കഴിവ് കുറഞ്ഞൊരു ആളായിരിക്കും കർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാൽ എന്ത് എന്നാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുക ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലും മേൽനോട്ടവും നിയന്ത്രണം ഒരൊറ്റ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനെയാണ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അഥവാ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. ഏകാംഗ വ്യാപാരത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് രൂപീകരിക്കാൻ, അത് ഫോം ചെയ്യാൻ സിമ്പിളാണ്. ഒരാളുടെ ഉടമസ്ഥത സിംഗിൾ ഓണർഷിപ്പാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പങ്കിടേണ്ടതില്ല, അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരാളുടെ മൂലധനം വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഒരാളുടെ നിയന്ത്രണമായിരിക്കും, അവർക്ക് തന്നെയായിരിക്കും ഇതിൻ്റെ ലയബിലിറ്റി ഉണ്ടാവുക. അത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ട്ണർഷിപ്പ് എന്താണെന്നാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് പേരിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് ഫോമിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം നമ്പേഴ്സ് 2, മാക്സിമം നമ്പേഴ്സ് 50 ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 2 അതിലധികമോ അംഗങ്ങളാണ്. കരാറുണ്ടായിരിക്കും, ഒരു കോൺട്രാക്റ്റിലൂടെയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത്. അതുപോലെ നിയമവിധേയമായ വ്യാപാരമായിരിക്കും. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇത് ഫോം ചെയ്യുന്നത്. ലാഭം പങ്കിടലൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡീഡിൽ പറഞ്ഞ പ്രകാരമുള്ള റേഷ്യോ പ്രകാരമായിരിക്കും ഇതിൻ്റെ ലാഭം പങ്കിടുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സ്വമേധയാലുള്ള രജിസ്ട്രേഷൻ, പിന്നെ ഏജൻറ്റിൻ്റെ ബന്ധമാണ് ഉണ്ടാവുക പ്രധാനമായിട്ടും. അനിശ്ചിതമായ ഭാവിയാണ്. കൂടുതൽ വിഭവങ്ങളുടെ ലഭ്യത. ലിമിറ്റേഷൻ, പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണാറുള്ളതാണ്, ഒക്കെ നോക്കണം കേട്ടോ. അൺലിമിറ്റഡ് ബാധ്യതയാണ്, അനിശ്ചിതമായ ഭാവിയാണ്, പരിമിതമായ മൂലധനമാണ്, ഓഹരി കൈമാറ്റം പാടില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഓഹരി കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അത് ചെയ്യാൻ പാടില്ല. അതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിലും അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അൺസർട്ടൈൻ ആണ് ഫ്യൂച്ചർ, അനിശ്ചിതമായ ഭാവിയാണ്. അപ്പം ഇത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ.
പിന്നെ നമ്മൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു, അത് ഹിന്ദു കുടുംബത്തിലെ അംഗങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കും ഇതിൻ്റെ ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ ഏതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കോ പാഴ്സണേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പുരുഷ അംഗങ്ങളായിരിക്കും മാത്രമേ ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം നടത്തിക്കൊണ്ടാൻ പോകുന്നതിന് അവകാശമുള്ളൂ. അവരെ പറയുന്ന പേരാണ്, അവരുടെ ആ ഒരു ഫാമിലിയിലുള്ള ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള പുരുഷനായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് കർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു കുടുംബത്തിലെ പ്രായം കൂടിയ അംഗത്തിനെ പറയുന്ന പേരാണ് കർത്ത. കർത്തയാണ് അവരുടെ ഈ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രായപൂർത്തിയാവാത്തവർക്ക് അംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അംഗങ്ങളാവാൻ കഴിയുന്നുണ്ട്. പരിമിതി ഇല്ലാത്ത അംഗങ്ങളാണ്. അതുപോലെ ഇവർക്കാണെങ്കിൽ മരണം ബാധിക്കുന്നില്ല. അപ്പോൾ ഈ കർത്തയാണ് മരിക്കുന്നതെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് എൽഡസ്റ്റ് മെമ്പർ ആയിരിക്കും ഇവരുടെ അടുത്ത ഈ ഒരു കോപാഴ്സണേഴ്സ് പുരുഷ അംഗങ്ങളാണല്ലോ നടത്തിക്കൊണ്ടു പോകുന്നത്, അവരായിരിക്കും നെക്സ്റ്റ് കർത്തയായിട്ട് പറയാം. അപ്പോൾ ഇവരെ മരണം ബാധിക്കുന്നില്ല. അതുപോലെ അതിനൊരു വ്യാപാര തുടർച്ചയുണ്ടാവും. ഓക്കെ, ഈ ഒരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ കേസിൽ ഇതിനൊരു എൻഡില്ല, അത് വ്യാപാര തുടർച്ചയുണ്ടാവും. ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചിട്ട് അവർ നെക്സ്റ്റ് കർത്തനെ ആയിട്ടായിരിക്കും നെക്സ്റ്റ് കർത്തയായിരിക്കും പിന്നെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇവരെ മരണം ബാധിക്കുന്നില്ല. പിന്നെ പ്രായപൂർത്തിയാവാത്ത അംഗങ്ങൾ ഇതിൽ കുട്ടികൾ ഉൾപ്പെടെ മെമ്പേഴ്സാണ്. പിന്നെ പരിമിതമില്ലാത്ത അംഗങ്ങളാണ്. കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഉത്തരവാദിത്വം മൊത്തം ഈ ബാധ്യതയും കാര്യങ്ങളെല്ലാം ഈ കർത്തയാണ് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സിമ്പിൾ ചാപ്റ്ററാണ്. ഏകാംഗ വ്യാപാരം എന്താണെന്ന് നോക്കി, പാർട്ട്ണർഷിപ്പ് പങ്കാളിത്ത വ്യാപാരം എന്താണെന്ന് നോക്കി, ഹിന്ദു കൂട്ടുകുടുംബ വ്യാപാരം ജോയിൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഫീച്ചേഴ്സ്, മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ലിമിറ്റേഷൻസ്, ഇത്രയുമായിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ആവാം. ഓക്കെ, താങ്ക് യു.